നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 70-ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. ഇന്ന് നമുക്ക് 71 മുതലുള്ള ശ്ലോകങ്ങൾ നോക്കാം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ഇനി നമുക്കിതിലെ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം. ബ്രഹ്മണ്യഃ ബ്രഹ്മണ്യഃ ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടവൻ, ബ്രഹ്മത്തിന് ഹിതകാരി ആയവൻ. ശാസ്ത്രം, വേദം, തപസ്, ജ്ഞാനം ഇവയെല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയെല്ലാം നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ഇവയെല്ലാമായി നിലനിൽക്കുന്നതും ശ്രീനാരായണനാകയാൽ ഭഗവാന് ബ്രഹ്മണ്യൻ എന്ന നാമം വന്നു. ഇനി അടുത്ത നാമം ബ്രഹ്മകൃത്. ബ്രഹ്മകൃത് വേദം, തപസ്, ജ്ഞാനം ഇവയെല്ലാം സൃഷ്ടിച്ചവൻ, ഇവയുടെ എല്ലാം കർത്താവായിരിക്കുന്നവൻ ബ്രഹ്മകൃത്. അടുത്ത നാമം 663-ാമത്തെ നാമം ബ്രഹ്മാ. ബ്രഹ്മാ ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടികർത്താവായിരിക്കുന്നവൻ. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരിൽ സൃഷ്ടികർമ്മം നടത്തുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മരൂപിയായ വിഷ്ണു ഭഗവാനിൽ നിന്നുണ്ടായതുകൊണ്ട് ബ്രഹ്മാവിന് ബ്രഹ്മാവ് എന്ന പേര് വന്നു. നമുക്കറിയാം, മഹാവിഷ്ണുവിന്റെ നാഭി കമലത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ബ്രഹ്മാവ്. അടുത്ത നാമം ബ്രഹ്മ. നിർവചിക്കാനോ വിവരിക്കാനോ പറ്റാത്ത ചൈതന്യമാണ് ബ്രഹ്മം. നമുക്കതിനെ അതിൻ്റെ ശരിയായ അർത്ഥം പറയുവാനോ അതെന്താണ് എന്ന് നമുക്ക് വിവരിക്കാനോ ഒന്നും സാധ്യമല്ല. സാമാന്യമായി പറഞ്ഞാൽ ബ്രഹ്മ എന്നാൽ പരബ്രഹ്മ സ്വരൂപൻ, ബൃഹത്തും വിസ്താരമേറിയതും സർവവ്യാപിയുമായിട്ടുള്ളവൻ. അടുത്ത നാമം ബ്രഹ്മവിവർദ്ധനഃ ബ്രഹ്മത്തെ വർദ്ധിപ്പിക്കുന്നവൻ. ബ്രഹ്മാവിനെ ജനിപ്പിക്കുകയും സൃഷ്ടികർമ്മത്തിനു വേണ്ട നിർദ്ദേശവും ശക്തിയും കൊടുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തത് വിഷ്ണു ഭഗവാനാണ്. ബ്രഹ്മാവിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അതിനു വേണ്ടുന്നതായ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തതും വിഷ്ണു ഭഗവാനാണ്. തപസ്സുകളിൽ തപസായും ജ്ഞാനികളിൽ ജ്ഞാനമായും പ്രവേശിക്കുന്നതും തപസ്സിനെയും ജ്ഞാനത്തെയും വർദ്ധിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. ബ്രഹ്മജ്ഞാനിയായി രൂപം കൊള്ളുന്നതും അങ്ങനെയുള്ള വ്യക്തിയെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതും ഭഗവാനാകിയാൽ ബ്രഹ്മവിവർദ്ധനൻ എന്ന് നാമം. ഇനി അടുത്ത നാമം 666 ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്നവൻ. വിത്ത് എന്നാൽ അറിയുക. ബ്രഹ്മത്തെ അറിയാൻ മറ്റാർക്കും സാധ്യമല്ല, അത് ബ്രഹ്മത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അടുത്ത നാമം ബ്രാഹ്മണഃ. ബ്രാഹ്മണഃ ബ്രഹ്മജ്ഞാനി, ബ്രാഹ്മണ രൂപത്തിൽ വേദവിധികളെ ഉപദേശിക്കുന്നവൻ ബ്രാഹ്മണഃ. അടുത്ത നാമം ബ്രഹ്മി. ബ്രഹ്മി ബ്രഹ്മങ്ങൾ ഉള്ളവൻ, വേദത്തിലും ജ്ഞാനത്തിലും തപസ്സിലും സമഗ്ര ജ്ഞാനമുള്ളവൻ, അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. അടുത്ത നാമം 669 ബ്രഹ്മജ്ഞഃ. ബ്രഹ്മജ്ഞഃ വേദജ്ഞാനം ഉള്ളവൻ, പൂർണമായ ജ്ഞാനമുള്ളവൻ, വേദോപനിഷത്തുക്കളെ ശരിക്ക് അറിയുന്നവൻ ബ്രഹ്മജ്ഞഃ. അടുത്ത നാമം ബ്രാഹ്മണപ്രിയഃ. ബ്രാഹ്മണപ്രിയഃ ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവൻ, ബ്രാഹ്മണരെ പ്രിയപ്പെടുന്നവൻ. ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനും ബ്രാഹ്മണരെ പ്രിയപ്പെടുന്നവനും, ബ്രഹ്മജ്ഞാനികൾക്ക് പ്രിയപ്പെട്ടവൻ ബ്രാഹ്മണപ്രിയഃ. തപസ്സിലൂടെ വേദങ്ങൾ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികൾക്ക് ഹിതനായവനും, തപസ് ചെയ്യുന്നവനും, സൃഷ്ടികർത്താവായ ബ്രഹ്മാവായവനും, പരബ്രഹ്മ സ്വരൂപമായവനും, തപസ്, ജ്ഞാനം മുതലായവയെ വർദ്ധിപ്പിക്കുന്നവനും, വേദവേദാന്തങ്ങൾ അറിയുന്നവനും, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ പരമാത്മാവാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മജ്ഞാനിയും, ബ്രഹ്മത്തെ സ്വാനുഭവത്തിൽ കൊണ്ടുവന്നവനും, ബ്രഹ്മാവസ്ഥയിൽ നിൽക്കുന്നവനും, ബ്രഹ്മജ്ഞാനികൾക്ക് പ്രിയപ്പെട്ടവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ
നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ഇനി 72ാമത്തെ ശ്ലോകം നോക്കാം. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വാ മഹായജ്ഞോ മഹാഹവി മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വാ മഹായജ്ഞ മഹാഹവി. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. മഹാക്രമഃ, ഭഗവാന്റെ 671ാമത്തെ നാമമാണ് മഹാക്രമഃ. മഹത്തായ ക്രമമുള്ളവൻ. തീയും കാറ്റും വെള്ളവും പോലുള്ള പ്രപഞ്ചശക്തികളുടെ പ്രവർത്തനം, കാലത്തിന്റെ ഗതി, ജീവികളുടെ ബാഹ്യ വ്യവഹാരങ്ങൾ, ഓരോ ജീവശരീരത്തിലും അനുനിമിഷം നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ അടുക്കും ചിട്ടയും തെറ്റാതെ പരസ്പര പൂരകങ്ങളായി നടക്കുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. ആ ഇച്ഛാശക്തി പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനാൽ ഭഗവാൻ മഹാക്രമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത നാമം മഹാകർമ്മ. 672ാമത്തെ നാമം മഹാകർമ്മ. മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. ജഗത്തിന്റെ സൃഷ്ടി, സൃഷ്ടിച്ച ജഗത്തിന്റെ സംരക്ഷ, ജഗത്തിന്റെ സംഹാരം എന്നീ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. കർമ്മത്തെ മഹാകർമ്മമെന്നും കർമ്മമെന്നും രണ്ടായി തിരിക്കുന്നു. ഇതിൽ ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മം. ഫലേച്ഛയില്ലാതെ ചെയ്യുന്ന കർമ്മമാണ് മഹാകർമ്മം. അങ്ങനെ ഫലേച്ഛയില്ലാതെ ചെയ്യുന്ന കർമ്മം, അതാണ് ഭഗവാൻ ചെയ്യുന്നത്, മഹാകർമ്മം. അതുകൊണ്ടാണ് ഭഗവാന് മഹാകർമ്മ എന്ന പേര് വന്നത്. അടുത്തത് മഹാതേജാഹ. മഹാതേജാഹ, മഹത്തായ തേജസ്സുള്ളവൻ, മഹത്തായ തേജസായവൻ, മഹാതേജാഹ. അടുത്ത നാമം 674 മഹോരഗഃ. മഹോരഗഃ, മഹത്തായ ഉരകം. ഉരകം എന്നാൽ ഉരസുകൊണ്ട് ഗമിക്കുന്നത്, ഇഴയുന്ന ജന്തു, പാമ്പ്. നമുക്കറിയാം. അനന്തരൂപനായ ആദിശേഷൻ ലോകത്തെ താങ്ങുന്ന നാഗശ്രേഷ്ഠനാണ്. വാസുകി എന്ന സർപ്പം ശ്രീ പരമേശ്വരന്റെ ആഭരണമാണ്. വാസുകിയെ കയറാക്കിയാണ് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയത്. ഇനി അടുത്ത നാമം 675ാമത്തെ നാമം മഹാക്രതുഹു. മഹാക്രതുഹു, മഹത്തായ യാഗം സ്വരൂപമായവൻ. മഹാക്രതുഹു, ക്രതു എന്നാൽ യാഗം. ലോകത്തിന്റെ നന്മയ്ക്കായി ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി യാഗങ്ങൾ നടത്തിയിരുന്നു. യാഗങ്ങളിൽ മഹത്തായത് അശ്വമേധയാഗമാണെന്നും ആ അശ്വമേധം ഭഗവത് രൂപമാണെന്നും പറയപ്പെടുന്നു. അടുത്ത നാമം 676 മഹായജ്വാ. മഹായജ്വാ, യാഗം നടത്തുന്നവൻ യജ്വാവ്. യാഗം നടത്തുന്നവൻ യജ്വാവ്. മഹത്തായ യാഗം നടത്തുന്നവൻ മഹാനായ യജ്വാവ്. ശ്രേഷ്ഠങ്ങളായുള്ള യജ്ഞങ്ങൾ നടക്കുന്നതും അത് നടത്തുവാനുള്ള പ്രേരണ നൽകുന്നതും ഭഗവാനാണ്. ഭഗവാൻ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് യാഗങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അവയെല്ലാം മഹായാഗങ്ങളായി തീർന്നു. അടുത്ത നാമം മഹായജ്ഞഃ. മഹായജ്ഞഃ, 677ാമത്തെ നാമം മഹായജ്ഞഃ. മഹത്തായ യജ്ഞമായ ജപയജ്ഞത്തോടു കൂടിയവൻ. മഹത്തായ ജപയജ്ഞത്തോടു കൂടിയവൻ. ധനവും പരികർമ്മികളും ഹവിസും ഒന്നും ആവശ്യമില്ലാത്ത ഒരു മഹായജ്ഞമാണ് ജപയജ്ഞം. ഇതിന് മറ്റൊന്നും ആവശ്യമില്ല. പകരം വേണ്ടത് ശുദ്ധമായ ഒരു മനസ്സും ഭക്തിയും മാത്രം. ഭഗവൻ നാമങ്ങളുടെ ആവർത്തിച്ചുള്ള ഉച്ചാരണം മാത്രം മതി ഇതിന്. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഏത് സമയത്തും എവിടെ വെച്ചും നടത്താവുന്നതാണ് ജപയജ്ഞം. അങ്ങനെയുള്ള ആ മഹത്തായ യജ്ഞത്തോടു കൂടിയവൻ മഹായജ്ഞഃ. ഇനി അടുത്ത 678ാമത്തെ നാമം മഹാഹവിഹി. മഹാഹവിഹി, മഹത്തായ ഹവിസായവൻ. മഹത്തായ ഹവിസായവൻ. ഇവിടെ ഭഗവാനെ തന്നെയാണ് ഹവിസായി പറയുന്നത്. ദേവന്മാരെ പുഷ്ടിപ്പെടുത്തുന്ന ഹവിസ് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ.
ഇത് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ ശ്ലോകമാണ്. ഞാൻ ചെയ്യുന്ന അർപ്പണം ബ്രഹ്മമാണ്, ഹവിസും ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ചെയ്യപ്പെടുന്ന ഹവനവും ബ്രഹ്മം തന്നെ. അപ്പോൾ എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമയമാണ് എല്ലാം. ഈ ലോകമാകുന്ന പ്രപഞ്ചമാകുന്ന ഹവിസിനെ പ്രളയകാലത്ത് സ്വീകരിക്കുന്ന അഗ്നിരൂപമാണ് ഭഗവാൻ. ഇവിടെ ഭഗവാൻ തന്നെയാണ് ഹവിസായി വർത്തിക്കുന്നത്, മഹാഹവിഹി. അപ്പൊ നമുക്ക് ഇതിന്റെ മുഴുവനായുള്ള ഒരു അർത്ഥം ഒന്ന് നോക്കാം. മഹത്തായ നിയമവ്യവസ്ഥയിലൂടെ സങ്കീർണമായ ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നവനും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ പോലെയുള്ള മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നവനും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയ്ക്ക് പ്രകാശം നൽകുന്ന മഹത്തായ തേജസ്സുള്ളവനും സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനുമായ മഹാസർപ്പരൂപിയും അശ്വമേധം പോലെയുള്ള മഹത്തായ യാഗസ്വരൂപനായവനും ലോക നന്മയ്ക്കു വേണ്ടി മഹായാഗങ്ങൾ നടത്തിയവനും യജ്ഞങ്ങളിൽ മഹത്തായ യജ്ഞമായ നാമജപ യജ്ഞമായവനും ഈ പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളും ഒന്നിച്ചു ചേർന്ന മഹാഹവിസായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്ഞ മഹായജ്ഞോ മഹാഹവി മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്ഞ മഹായജ്ഞോ മഹാഹവി. ഇനി 73-ാമത്തെ ശ്ലോകം. സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോദാരണ പ്രിയ പൂർണ്ണപൂരയിതാ പുണ്യ പുണ്യ കീർത്തിരനാമയ. സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോദാരണ പ്രിയ പൂർണ്ണപൂരയിതാ പുണ്യ പുണ്യ കീർത്തിരനാമയ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. സ്തവ്യ, സ്തവ്യ സ്തുതിക്കപ്പെടേണ്ടവൻ, സ്തുതി അർഹിക്കുന്നവൻ, എല്ലാവരുടെയും സ്തുതിക്ക് അർഹനായിട്ടുള്ളവൻ. ഭഗവാൻ മാത്രമാണ് എല്ലാവരുടെയും സ്തുതിക്ക് അർഹനായിട്ടുള്ളവൻ. ഭഗവാൻ ആരെയും സ്തുതിക്കുന്നില്ല, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അടുത്ത നാമം 680. സ്തവപ്രിയ, സ്തവപ്രിയ സ്തവങ്ങളെ, സ്തോത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഭഗവാൻ. ഭഗവൻ നാമങ്ങൾ കോർത്തുണ്ടാക്കിയ മാലകളാണ് സ്തോത്രങ്ങൾ. അങ്ങനെയുള്ള സ്തോത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവൻ, ഭക്തന്മാരുടെ സ്തുതി ഇഷ്ടപ്പെടുന്നവൻ. അടുത്ത നാമം സ്തോത്രം 681. സ്തോത്രം. കഴിഞ്ഞ നാമത്തിൽ സ്തവപ്രിയ എന്നതിൽ നമ്മൾ സ്തോത്രം എന്താണെന്നുള്ളത് കണ്ടിരുന്നു. ഭഗവൻ നാമങ്ങൾ കോർത്തുണ്ടാക്കിയ മാലയാണ് സ്തോത്രം എന്ന് നാം പറഞ്ഞു. ഭഗവാന്റെ മാഹാത്മ്യത്തെ വാക്കുകളിലൂടെ ആവിഷ്കരിക്കുന്നവയാണ് സ്തോത്രങ്ങൾ, ഭഗവത് സ്തുതികൾ. അടുത്ത നാമം സ്തുതി, സ്തുതിഹി 682. സ്തുതിഹി സ്തുതിക്കപ്പെടുന്നവൻ, സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കൽ. 681-ാമത്തെ നാമത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്തോത്രം എന്നത്, സ്തോത്രവും സ്തുതിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്തോത്രം എന്നതിന്റെ പര്യായമാണ് സ്തുതി എന്ന് വെച്ചാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അടുത്തത് സ്തോത 683-ാമത്തെ നാമം. സ്തോത സ്തുതിക്കുന്നവൻ. നേരത്തെ നാം പറഞ്ഞു സ്തവ്യൻ, സ്തോത്രം, സ്തുതി ഇവയെല്ലാം ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ്. സ്തുതിക്കുന്ന ഭക്തനും ഭഗവാൻ തന്നെ. ഭഗവാനും ഭക്തനും ഒന്നാണ്, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സ്തുതിക്കാൻ തോന്നുന്നത് തന്നെ പല ജന്മങ്ങളിലൂടെ നേടിയ പുണ്യത്തിന്റെ പ്രേരണ കൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ സ്തുതിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് രണപ്രിയ 684-ാമത്തെ നാമം. രണപ്രിയ രണം ഇഷ്ടപ്പെടുന്നവൻ. രണം എന്നാൽ യുദ്ധം, യുദ്ധം ഇഷ്ടപ്പെടുന്നവൻ. എല്ലാ തരത്തിലുള്ള യുദ്ധം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള യുദ്ധവും അല്ല ഇഷ്ടപ്പെടുന്നത്. ഭഗവാൻ എങ്ങനെയുള്ള യുദ്ധമാണ് ഇഷ്ടപ്പെടുന്നത്? അധർമ്മത്തെയും അധർമ്മികളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള യുദ്ധം. അടുത്ത നാമം പൂർണ്ണഹ. പൂർണ്ണഹ
എല്ലാം തികഞ്ഞവൻ, പൂർണ്ണമായിട്ടുള്ളവൻ, സകല ശക്തികളാലും സമ്പൂർണനായി ഭവിച്ചവൻ. ഭഗവാൻ പൂർണ്ണനാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാൻ പൂർണ്ണകാമനാണ്. പൂർണ്ണഹ. അടുത്ത നാമം ഇത് തന്നെ നമുക്കറിയാം. നമ്മൾ ഒരു ശാന്തി പാഠമുണ്ട് നമ്മളുടെ ഈശാവാസ്യോപനിഷത്തില്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അത് പൂർണ്ണമാകുന്നു. പൂർണ്ണമദ അത് പൂർണ്ണമാകുന്നു. ഇത് പൂർണ്ണമാകുന്നു. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം പ്രകടമാകുന്നു. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്തിട്ടും പൂർണ്ണം അവശേഷിക്കുന്നു. അപ്പൊ എല്ലാം പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിൽ നിന്നും നമ്മൾ പൂർണ്ണം എടുത്തു മാറ്റിയാലും വീണ്ടും അവശേഷിക്കുന്നതും പൂർണ്ണം തന്നെ. അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം അവശേഷിക്കുന്നു. പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണം ഏവ അവശിഷ്യതേ. പൂർണ്ണമായ കാരണബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്, പൂർണ്ണനാണ്. അടുത്ത നാമം പൂരയിത. പൂരയിത 686 നാമം. പൂരയിത പൂരിപ്പിക്കുന്നവൻ, പൂർണ്ണമാക്കുന്നവൻ, ഭക്തന്മാരുടെ അപൂർണതകളെ ഹരിക്കുന്നവൻ ശ്രീഹരി. അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഭക്തവത്സലനാണ് ഭഗവാൻ. ആഗ്രഹങ്ങളെ പൂർണ്ണമായി പൂരിപ്പിക്കുന്നവൻ പൂരയിത. അടുത്ത നാമം പുണ്യഹ. പുണ്യഹ സ്മരണമാത്രേണ ഓർക്കുന്ന മാത്രയിൽ തന്നെ ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്ന പുണ്യസ്വരൂപൻ. ശ്രവണമാത്രം കൊണ്ട് കേൾക്കുന്ന മാത്രയിൽ തന്നെ സകല പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാൻ പുണ്യനാണ്. പുണ്യഹ. അടുത്ത നാമം 688 പുണ്യകീർത്തി. പുണ്യകീർത്തി പുണ്യമായ കീർത്തിയോട് കൂടിയവൻ. ഭഗവാന്റെ മാഹാത്മ്യവും കീർത്തിയും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പുണ്യമാണ്. പുണ്യകീർത്തി. അടുത്ത നാമം അനാമയഃ. അനാമയഃ ആമയം ഇല്ലാത്തവൻ, നാശം ഇല്ലാത്തവൻ, രോഗമില്ലാത്തവൻ. ആമയം എന്നാൽ രോഗം. രോഗമില്ലാത്തവൻ, ശാരീരികമോ മാനസികമോ ആയ യാതൊരു രോഗവും ഇല്ലാത്തവൻ. നമ്മുടേതുപോലെ പഞ്ചഭൂതാത്മകമായ ശരീരം ഭഗവാനില്ല. അതുകൊണ്ട് ജനനമോ മരണമോ വ്യാധികളോ ദുഃഖങ്ങളോ ഒന്നും ഭഗവാനിൽ യേശുകയില്ല. ഭഗവാന്റെ നാമം അനാമയഃ. 689 നാമമാണ് അനാമയഃ. എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനും എല്ലാവരുടെയും സ്തുതി ഇഷ്ടപ്പെടുന്നവനും സ്തോത്ര സ്വരൂപനായവനും സ്തുതിക്കപ്പെടുന്നവനും സ്തുതിക്കുന്നവനും ധർമ്മരക്ഷയ്ക്കു വേണ്ടി യുദ്ധം ഇഷ്ടപ്പെടുന്നവനും എല്ലാം തികഞ്ഞവനും ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ യഥാസമയം പൂർണ്ണമാക്കുന്നവനും പുണ്യസ്വരൂപനും കീർത്തനം ചെയ്യുന്നവന്റെ പാപത്തെപ്പറ്റി പവിത്രീകരിക്കുന്നവനും യാതൊരു ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്തവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. സ്ഥവ്യസ്ഥവ പ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണ പ്രിയ പൂർണ്ണപൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ. ഇനി നമുക്ക് 74 ശ്ലോകം നോക്കാം. മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി. മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. മനോജവഹ 690 നാമം. മനോജവഹ മനസ്സിന്റെ വേഗതയുള്ളവൻ. മനസ്സ് ഒന്ന് ആഗ്രഹിച്ചാൽ അത് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. മനസ്സ് ഒരിടത്ത് ചെല്ലണം എന്ന് ആഗ്രഹിച്ചാൽ അവിടേക്ക് പോകേണ്ടതായിട്ടില്ല. ആ സെക്കൻഡിൽ തന്നെ അത് അവിടെ എത്തിയിരിക്കും. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും തന്നെ വേണ്ട. അതുപോലെ സർവവ്യാപിയായ ഭഗവാനും എവിടെ എത്തണമെങ്കിലും അതിന് പ്രത്യേകിച്ച് സമയം വേണ്ട. അവിടെ പോവുകയും വേണ്ട. ഭഗവാൻ ഒന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. നമ്മൾ ഒന്ന് സങ്കല്പിക്കുക, ആ ഒരു സങ്കല്പം മാത്രം മതി. കാരണം എല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാ സ്ഥലവും കാലവും ഭഗവാൻ തന്നെയാണ്. മനോജവഹ മനസ്സിന്റെ വേഗതയുള്ളവൻ.
അടുത്ത നാമം 691 തീർത്ഥകര. തീർത്ഥകരഹ. തീർത്ഥങ്ങളെ, വിദ്യകളെ നിർമ്മിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ. തീർത്ഥം എന്ന പദത്തിന് വിശുദ്ധ ജലം എന്നും അർത്ഥമുണ്ട്. ജലത്തെ തീർത്ഥമാക്കി തീർക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാകയാൽ ഭഗവാനെ തീർത്ഥകരൻ എന്ന് വിളിക്കുന്നു. അടുത്ത നാമം വസുരേത. വസുരേത 692 നാമം. വസു, രേതസായിരിക്കുന്നവൻ. വസു എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ധനം, രത്നം, സ്വർണം, ജലം, അഗ്നി, സൂര്യൻ, അങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ വസു എന്നാൽ സ്വർണം എന്ന അർത്ഥത്തിൽ. സ്വർണം രേതസായിരിക്കുന്നവൻ, സ്വർണമയമായ വീര്യത്തോടു കൂടിയവൻ. അടുത്ത നാമം വസുപ്രദഃ. വസുപ്രദഃ വസുവിനെ പ്രദാനം ചെയ്യുന്നവൻ. വസുവിനെ പ്രദാനം ചെയ്യുന്നവൻ വസുപ്രദഃ 693 നാമം. ഭക്തന്മാർക്ക് ധനത്തെ നൽകുന്നവൻ വസുപ്രദഃ. അടുത്ത നാമം 694 വസുപ്രദോ. വസുപ്രദോ വസുപ്രദഃ. അതും അതേ മീനിങ് തന്നെയാണ്. വസുപ്രദഃ 693 694 ഒരേ നാമം തന്നെയാണ്, വസുപ്രദഃ. പക്ഷെ 2 അർത്ഥത്തിൽ എടുക്കുന്നു. ഒന്ന് ധനത്തെ പ്രധാനം നൽകുന്നു എങ്കിൽ ഇവിടെ മോക്ഷത്തെയാണ് നൽകുന്നത്. ആദ്യത്തെ 693 നാമത്തിലെ വസുപ്രദഃ. എന്നാൽ നമുക്കവിടെ വസുവിനെ പ്രദാനം ചെയ്യുന്നവൻ, ധനത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഇവിടെ വസുപ്രദഃ. ഇവിടെ നമുക്ക് മോക്ഷമാണ് നൽകുന്നത്. ഭക്തർക്ക് മോക്ഷത്തെ നൽകുന്നവൻ വസുപ്രദഃ. അടുത്ത നാമം വാസുദേവഃ. വാസുദേവഃ വസുദേവന്റെ പുത്രൻ. വാസുദേവൻ എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ വസിക്കുന്നവൻ വാസുദേവഃ. അടുത്ത നാമം വസുഹു. വസുഹു 696 നാമം. വസുഹു എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവനും ജീവജാലങ്ങളുടെ വാസസ്ഥാനമായിരിക്കുന്നവനും. എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നതിനാലും എല്ലാ ഭൂതങ്ങളിലും സ്വയം വസിക്കുന്നവനാകയാലും വസു എന്ന് ഭഗവാനെ വിളിക്കുന്നു. വസുഹു. അടുത്ത നാമം വസുമന. വസുമന പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ വസിക്കുന്നവൻ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് വസിക്കുന്നവൻ. എല്ലാത്തിലും തുല്യമായി വസിക്കുന്ന മനസ്സുള്ളവൻ. എല്ലാത്തിലും വസിക്കുന്നവനാകയാൽ എല്ലാം അറിയുന്നവനുമാകുന്നു ഭഗവാൻ വസുമന. അടുത്ത നാമം 698 ഹവിഹി. ഹവിഹി ഹവിസായവൻ. ഹവിസായവൻ ഹവിഹി ഭക്തർക്ക് വേണ്ടി തന്നെ ഹവിസായി മാറ്റിയവൻ. ഭക്തർക്ക് വേണ്ടി തന്നെ ഹവിസായി മാറ്റിയവൻ. നമ്മൾ 678 നാമത്തില് ഇതേ നാമം പറഞ്ഞിരുന്നു. മഹാഹവിഹി ഭഗവാൻ തന്നെയാണ് ഹവിസായി വർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഹവിസായവൻ ഹവിഹി. ഇനി നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥമൊന്ന് നോക്കാം. സങ്കല്പിക്കുന്ന സമയത്ത് തന്നെ ലോകത്ത് എല്ലായിടത്തും എത്തുന്ന മനസ്സിന്റെ വേഗമുള്ളവനും വിദ്യകളെ നിർമ്മിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവനും സ്വർണ്ണ നിറമുള്ള വീര്യത്തോടു കൂടിയവനും ഭക്തന്മാർക്ക് ധനത്തെ പ്രദാനം ചെയ്യുന്നവനും പരമപുരുഷാർത്ഥങ്ങളായ മോക്ഷം നൽകുന്നവനും വസുദേവരുടെ മകനായ ശ്രീകൃഷ്ണനായവനും സർവഭൂതങ്ങളിലും വസിക്കുന്നവനും സർവഭൂതങ്ങളിലെയും മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നവനും പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളും ഹോമദ്രവ്യമാക്കുന്ന ഹവിസ്വരൂപനായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം നമുക്കൊന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദഃ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി. ഇനി 75 ശ്ലോകം നോക്കാം. സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്സുയാമുന. സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ
ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസുയാമുനഃ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. സദ്ഗതിഹി 699 നാമമാണ്. സദ്ഗതിഹി സത്തുക്കൾക്ക് ഗതിയായുള്ളവൻ. സത്തുക്കൾക്ക് ഗതിയായുള്ളവൻ. സദ്ഗതിഹി. സത് എന്നാൽ നല്ലത്, നല്ല. ഉത്കൃഷ്ടമായ കർമ്മം. അപ്പോൾ സദ്ഗതി എന്നാൽ സജ്ജനങ്ങൾക്ക് പ്രാപ്യസ്ഥാനമായിട്ടുള്ളവൻ, ഉത്കൃഷ്ടമായ ബുദ്ധിയുള്ളവൻ, ഉത്കൃഷ്ടമായ ചിന്തയും പ്രവൃത്തിയും ശ്രദ്ധയും ഉള്ളവരാണ് സത്തുക്കൾ. അവരുടെ ഗതി ഭഗവാനാണ്. ജീവിതാന്ത്യത്തിൽ അവർ ഭഗവാനിൽ ലയിക്കുന്നു. നമ്മുടെ എല്ലാം അവസാനം ഭഗവാനിലാണ് എത്തിച്ചേരുന്നത്. സദ്ഗതിഹി. അടുത്ത നാമം സത്കൃതി. സത്കൃതിഹി ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നവൻ. ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നവൻ. ഭഗവാന്റെ കർമ്മങ്ങൾ എല്ലാം ശ്രേഷ്ഠമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയെല്ലാം നടത്തുന്നത് ഭഗവാനാണ്. അവയെല്ലാം ശ്രേഷ്ഠവുമാണ്. അടുത്ത നാമം 701 സത്താ. സത്താ ദ്വൈതാവസ്ഥയില്ലാത്ത, രണ്ടെന്ന അവസ്ഥയില്ലാത്ത അദ്വൈത സത്ത. ഉണ്മ അഥവാ ഉണ്ട് എന്ന അവസ്ഥ. ഭേദമില്ലാതെ യാതൊരു വ്യത്യാസവുമില്ലാതെ എന്നും ഒരേ നിലയിൽ വർത്തിക്കുന്നവൻ. രണ്ട് എന്ന ഭാവമില്ലാതെ ഏകഭാവത്തോടെ സ്ഥിതി ചെയ്യുന്നവൻ. ഏകഭാവത്തോടുകൂടി വർത്തിക്കുന്നവൻ. സത്താ. അടുത്ത നാമം 702 സദ്ബോധി. സദ്ബോധി സത്തായ ബോധികളുള്ളവൻ. സത്തുക്കളിൽ ബോധിയായി സ്ഥിതി ചെയ്യുന്നവൻ. സദ്ബോധി സമൃദ്ധമായ ഐശ്വര്യത്തോടു കൂടിയവൻ. അടുത്ത നാമം സത്പരായണ. 703 നാമം സത്പരായണ. തത്വദർശികളായ സജ്ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായ അയന അല്ലെങ്കിൽ സ്ഥാനമായവൻ. സത്തുക്കളെ അയനമായി സ്വീകരിക്കുന്നവൻ. നല്ലവർക്ക് ശ്രേഷ്ഠമായ ആശ്രയമായി ഭവിക്കുന്നവൻ. ഭക്തന്മാരെയാണ് ഇവിടെ സത്തുക്കൾ എന്ന് ഉദ്ദേശിച്ചത്. ഭക്തപരായണൻ ആണ് ഭഗവാൻ. ഭക്തദാസനുമാണ് ഭഗവാൻ. അപ്പൊ 703 നാമം സത്പരായണ. അടുത്ത നാമം 704 ശൂരസേന. ശൂരസേന ശൂരന്മാരുടെ സേനയുള്ളവൻ. ശൂരന്മാരുടെ സേനയുള്ളവൻ. പരാക്രമശാലികളുടെ സേനയോട് കൂടിയവൻ. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ ഭഗവാൻ തന്റെ ശൂരസേനയിൽ നിന്ന് സമർത്ഥരായ അംഗരക്ഷകരെ നിയമിക്കും. അതാണ് ജ്ഞാനം. അടുത്തത് യദുശ്രേഷ്ഠ. യദുശ്രേഷ്ഠ യാദവരിൽ ശ്രേഷ്ഠനായവൻ. യയാദിയുടെ പുത്രനായ യദുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് യാദവർ. യാദവ വംശത്തിൽ പിറന്ന വാസുദേവന്റെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. യാദവ വംശത്തിൽ പിറന്ന വസുദേവന്റെ, വാസുദേവനല്ല, വാസുദേവൻ എന്നത് ഭഗവാന്റെ നാമമാണ്. വസുദേവന്റെ പുത്രനായി ജനിച്ചവൻ, അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം അങ്ങനെ വസുദേവന്റെ പുത്രനായി ജനിച്ച ശ്രീകൃഷ്ണൻ വിഷ്ണു ഭഗവാൻ, ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണനായി അവതാരം എടുക്കുന്നത്. അടുത്തത് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് യദുശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. യാദവരിൽ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ ഭഗവാൻ, അതാണ് യദുശ്രേഷ്ഠ, യാദവരിൽ ശ്രേഷ്ഠനായവൻ. അടുത്ത നാമം 706 സന്നിവാസ. സന്നിവാസ സത്തുക്കൾക്ക് നിവാസസ്ഥാനമായവൻ. സത്തുക്കൾക്ക് നിവാസസ്ഥാനമായവൻ. സന്നിവാസ. പറവകൾ, പക്ഷികൾ വൃക്ഷത്തെ ആശ്രയിക്കുന്നത് പോലെ ഭക്തർ ഭഗവാനെ ആശ്രയിക്കുന്നു. പക്ഷികൾ എങ്ങനെയാണോ വൃക്ഷത്തെ ആശ്രയിക്കുന്നത് അതുപോലെയാണ് നാം ഭഗവാനെ ആശ്രയിക്കുന്നത്. ആശ്രയിക്കുന്നവർക്ക് വിശ്രമസ്ഥലവും സംരക്ഷണവും നൽകുന്നവനാണ് ഭഗവാൻ. നമ്മുടെ എല്ലാം ആശ്രയം എന്തിനും ഏതിനും നാം ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. വിഷമഘട്ടങ്ങളിൽ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്. നമുക്ക് സന്തോഷം വരുന്നതായ സമയത്തും ഭഗവാനെ വിളിച്ച് ഭഗവാനോട് നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. സന്തോഷം കിട്ടുമ്പോഴും സങ്കടം വരുമ്പോഴും നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം.
അല്ലാതെ സങ്കടം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിച്ചിട്ട് സന്തോഷം വരുന്ന സമയത്ത് ഭഗവാനെ മറക്കുകയല്ല ചെയ്യേണ്ടത്. രണ്ട് സമയത്തും ഏതൊരവസ്ഥയിലും ഭഗവാനെ കൂടെ തന്നെ നമ്മൾ നിർത്തണം. എപ്പോഴും തുണയായി വേണ്ടത് ഭഗവാൻ മാത്രമാണ്. അടുത്ത നാമം സുയാമുനഃ. 707 നാമം സുയാമുനഃ. യമുനാതീരവാസികളായ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവൻ. യമുനാതീരവാസികളായ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവൻ. യമുനയെ സംബന്ധിച്ചത് യാമുനം. യമുനയെ സംബന്ധിച്ചത് യാമുനം. സൃഷ്ടുവായ യാമുനത്തോടു കൂടിയവൻ. കാളിയന്റെ വിഷം കൊണ്ട് ദുഷിതയായി തീർന്ന യമുനയെ കാളിയമർദ്ദനം നടത്തി പരിശുദ്ധമാക്കി മാറ്റിയവൻ. അങ്ങനെ കാളിയൻ രമണകത്തിലേക്ക് പോവുകയും യമുന വീണ്ടും സുയമുനയായി തീരുകയും ചെയ്തു. സുയാമുനഃ. ഭഗവാന്റെ 707 നാമമാണ് സുയാമുനഃ. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. സാമാന്യമായ അതിന്റെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. മൊത്തത്തില് സജ്ജനങ്ങളുടെ ലക്ഷ്യമായവനും സത്കർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായവനും ഭേദമൊന്നും കൂടാതെ ഒരേ നിലയിൽ ഇരിക്കുന്ന ചൈതന്യ സ്വരൂപമായ സത്തായവനും ഈ ലോകം മുഴുവൻ തന്റെ വിഭൂതിയായ ബോധസ്വരൂപനായവനും ശത്രുക്കൾക്ക് ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനമായവനും ശൂരന്മാരായ മഹത്തായ സേനയോടു കൂടിയവനും യാദവ ശ്രേഷ്ഠനായവനും ശത്രുക്കൾക്ക് വാസസ്ഥലമായവനും യമുനാ നദിയെ പരിശുദ്ധമാക്കിയ ശ്രീകൃഷ്ണനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. സദ്ഗതി സത്കൃതി സത്താ സദ്ബോധി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുനഃ. ഇനി നമുക്ക് ഇന്ന് പഠിച്ച ശ്ലോകങ്ങൾ 71 മുതൽ 75 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാകവി സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണ പ്രിയ പൂർണ്ണഃ പൂരയിതാ പുണ്യഃ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സത്കൃതി സത്താ സദ്ബോധി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുനഃ. ജയ് ശ്രീകൃഷ്ണ.